നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ഫ്രഞ്ച് സൂപ്പർ താരമായ കരീം ബെൻസിമ യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചത്. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിലേക്കാണ് അദ്ദേഹം ചേക്കേറിയത്. പക്ഷേ ഇത്തിഹാദിൽ അത്ര നല്ല രൂപത്തിലല്ല കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇത്തിഹാദ് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ ബെൻസിമയ്ക്ക് ഇപ്പോൾ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിനാണ് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. അദ്ദേഹത്തിന്റെ അലംഭാവത്തിന്റെ ഫലമായിക്കൊണ്ട് കഴിഞ്ഞ ദുബായ് ട്രിപ്പിൽ നിന്നും ക്ലബ്ബ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. അങ്ങനെ ഒരൽപ്പം സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് അൽ ഇത്തിഹാദിൽ ബെൻസിമ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഇത്തിഹാദ് വിടാനുള്ള ഒരു ശ്രമം നടത്തിയേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നു. അതിനു പിന്നാലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട റൂമറുകൾ സജീവമാണ്. യുണൈറ്റഡ് അദ്ദേഹത്തെ സൈൻ ചെയ്യണം എന്നുള്ള കാര്യം റിയോ ഫെർഡിനാൻഡ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൗറിസിയോ പൊച്ചറ്റിനോക്ക് ഇപ്പോൾ ചെൽസിയിലേക്ക് ബെൻസിമയെ എത്തിക്കാൻ വേണ്ടി താല്പര്യമുണ്ട് എന്നുള്ളത് ഇതിനു മുൻപ് പുറത്തു വന്നിരുന്നു. ചെൽസി ഒരു പക്ഷേ ഈ ജനുവരിയിൽ അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയേക്കാം. ഏറ്റവും പുതുതായിക്കൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ആഴ്സണലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ആഴ്സണലിന്റെ പരിശീലകനായ ആർടെറ്റയ്ക്ക് ഇപ്പോൾ കരീം ബെൻസിമയിൽ താല്പര്യമുണ്ട്. കാരണം ഗബ്രിയൽ ജീസസ്, കെറ്റിയ, കായ് ഹാവേർട്സ് എന്നിവരൊന്നും പ്രതീക്ഷിച്ച രൂപത്തിൽ ഗോളുകൾ നേടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഗോളടി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയാണ് ബെൻസിമയെ ഇപ്പോൾ ആഴ്സണൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാണ് ടീം ടോക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ആഴ്സണൽ താരത്തിന് വേണ്ടി ഏത് രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തും, അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇവാൻ ടോണിയെ കൂടി സ്വന്തമാക്കാൻ ആഴ്സണലിന് താല്പര്യമുണ്ട് എന്നുള്ളതും goal.com ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബെൻസിമ മികച്ച പ്രകടനം ഈ സീസണിലും നടത്തുന്നുണ്ട്. 15 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹം സൗദി അറേബ്യൻ ലീഗിൽ ഇപ്പോൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ഈ ഒരു പ്രശ്നങ്ങൾ കാരണം യൂറോപ്പിലേക്ക് തിരിച്ചു വന്നാലും നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.